ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദ്വീപ്സ് സന്ദർശനത്തിന് ബുധനാഴ്ച തുടക്കമാകും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കും. അടുത്ത മാസം 21 വരെയാണ് സമ്മേളനം. ഓപ്പറേഷൻ സിന്ദൂർ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തരുതെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ചൊവ്വാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ഇത്തവണയും സംസ്ഥാന സർക്കാർ 6 ലക്ഷം മഞ്ഞക്കാർഡ് കുടുംബങ്ങൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദ്വീപ്സ് സന്ദർശനത്തിന് ബുധനാഴ്ച തുടക്കമാകും. സന്ദർശനത്തിനിടെ അദ്ദേഹം UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 25-ന് മാൽദ്വീപ്സിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് മുഹമ്മദ് മുയിസുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മാൽദ്വീപ്സ് സാമ്പത്തിക സമുദ്ര സുരക്ഷാ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. മാൽദ്വീപ്സിന്റെ 60ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കും. അടുത്ത മാസം 21 വരെയാണ് സമ്മേളനം. ഇരുസഭകളിലുമായി ആകെ 21 സിറ്റിംഗുകൾ ഉണ്ടാകും. ജൻവിശ്വാസ് വ്യവസ്ഥകളുടെ ഭേദഗതി ബിൽ 2025, ദേശീയ കായിക ഭരണനിർവഹണ ബിൽ 2025 എന്നിവയുൾപ്പെടെയുള്ള പ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുമെന്നാണ് വിവരം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രിയും രാജ്യസഭാ നേതാവുമായ JP നഡ്ഡ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, സഹമന്ത്രിമാരായ അർജുൻ റാം മേഘ്വാൾ, എൽ മുരുകൻ തുടങ്ങിയവരും വിവിധ കക്ഷി നേതാക്കളും പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെക്കുറിച്ച് സഭയിൽ ഉചിതമായി പ്രതികരിക്കുമെന്നും ശ്രീ റിജിജു പറഞ്ഞു. We are very open to discussion on important issues like Operation Sindoor related to all the incidents right from the attack in the Pahalgam. These are issues of great national importance. Government is not shying away from discussion. The only thing I'm saying is we will discuss under certain rules, certain procedure with a convention which is there before us. പെഹൽഗാം ഭീകരാക്രമണം, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് ഗൌരവ് ഗൊഗോയ് സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിഷയങ്ങളിൽ ചർച്ച നടത്തുക എന്നതാണ് പ്രതിപക്ഷം ഒന്നാകെ ആവശ്യപ്പെടുന്നതെന്ന് RSP അംഗം NK പ്രേമചന്ദ്രനും പറഞ്ഞു. ഒഡീഷയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത് സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്ന് BJD നേതാവ് സസ്മിത് പത്ര അറിയിച്ചു. സ്വയം പര്യാപ്തവും കരുത്തുറ്റതുമായ ഇന്ത്യയ്ക്കായുള്ള രൂപരേഖയായാണ് മേഘാലയ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ സർക്കാർ സംവിധാനങ്ങളും ഊർജ്ജസ്വലമായ സമൂഹവും ചേർന്നാണ് ഈ മാറ്റം സാധ്യമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ടൂറിസം, യുവജനങ്ങളുടെ ശാക്തീകരണം, സ്ത്രീകൾ നയിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾ തുടങ്ങിയവയിലൂടെ മേഘാലയയുടെ ശ്രദ്ധേയമായ പരിവർത്തനം എടുത്തുകാണിക്കുന്ന ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമമായ Xൽ പങ്കുവച്ചു. ഹിമാചൽ പ്രദേശിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഭവങ്ങൾ നിരീക്ഷിക്കാനും വിലയിരുത്താനുമായി പ്രത്യേക കേന്ദ്ര സംഘത്തെ രൂപീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, റൂർക്കിയിലെ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി, ഇൻഡോർ IIT എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ കേന്ദ്ര സംഘത്തിൽ ഉൾപ്പെടും. സംസ്ഥാനത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിലവിൽ NDRFന്റെ 13 ടീമുകളെ വിന്യസിച്ചിട്ടുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് ഉചിതമല്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ഗാസിയാബാദിലെ ഹിൻഡൻ സിവിൽ ടെർമിനലിൽ 10 പുതിയ വാണിജ്യ വിമാന സർവീസുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അപകടത്തെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ ചില നിക്ഷിപ്ത താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രസിദ്ധീകരിച്ചതാകാമെന്ന് കേന്ദ്രമന്ത്രി വിമർശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് ഇന്ധന സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള സുസ്ഥിര നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. 1 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് എണ്ണപ്പാട പര്യവേക്ഷണം നടക്കുന്നുണ്ടെന്നും ഈ രംഗത്തെ സംരംഭകർക്കും വ്യവസായികൾക്കും ഇന്ത്യയിൽ പര്യവേക്ഷണത്തിനുള്ള മികച്ച സമയമാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഇന്ത്യയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് യുവ ആത്മീയ ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സമൂഹമാധ്യമ കുറിപ്പിന് മറുപടിയായി യുവ ആത്മീയ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ലേഖനം പങ്കുവച്ചാണ് അദ്ദേഹം ഇക്കാര്യം അഭിപ്രായപ്പെട്ടത്. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി അടുത്ത 5 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി തയ്യാറായതായി യുവജന ആത്മീയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. विकसित भारत में देश को नशा मुक्त करेंगे और वो सिद्ध करने के लिए कई रास्ते भी हमें सुनिश्चित करना होगा. नेशनल लेवल पर एक समिति बनाई जाएगी, राज्य लेवल पर एक समिति बनाई जाएगी, डिस्ट्रिक्ट लेवल पर एक समिति बनाई जाएगी कि हम हमारी महिलाओं को ये अभियान का केंद्र बनाए और शुरुआत अपने घर से करें, शुरुआत अपने गांव से करें, शुरुआत अपने रिश्तेदार से करें और बाद में सामूहिक अभियान के तौर पर हम नशा मुक्ति अभियान को आगे चलाएं. കേന്ദ്ര യുവജനകാര്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ വാരണാസിയിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ശക്തമായ സന്ദേശം പ്രചരിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് രാജ്യത്ത് 6000-ലധികം സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൺഡേസ് ഓൺ സൈക്കിൾ പരിപാടി സംഘടിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറുമായി രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. കേരള സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ചൊവ്വാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഇത്തവണയും സംസ്ഥാന സർക്കാർ 6 ലക്ഷം മഞ്ഞക്കാർഡ് കുടുംബങ്ങൾക്ക് 15 ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി വിതരണം ചെയ്യും. സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണച്ചന്ത നടത്തും. ഇക്കുറി തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാട്ടും മെഗാ ഫെയർ നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനം ഊർജിതം. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത് 571 പേരെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഐസൊലേഷൻ കാലം പൂർത്തിയാക്കിയ 10 പേരെ സമ്പർക്ക പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ മാരത്തൺ ഓട്ടക്കാരനായ ഫൌജ സിംഗിന്റെ സംസ്കാരം ഇന്ന് പഞ്ചാബിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ഗവർണർ ഗുലാബ് ചന്ദ് കതാരിയ, മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 114 വയസ്സുള്ള ഫൌജ സിംഗ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച റോഡ് അപകടത്തിലാണ് മരിച്ചത്. റഷ്യയുമായി പുതിയ സമാധാന ചർച്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി. അക്രമം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് യുക്രൈൻ പ്രസിഡന്റിന്റെ ഈ നിർദ്ദേശം. യുക്രൈനിന്റെ സൈനിക വ്യാവസായിക കേന്ദ്രങ്ങളിൽ റഷ്യ ഇന്നലെ മാരക മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തലിനായി റഷ്യയ്ക്ക് നൽകിയ അന്ത്യശാസനം റഷ്യ നിരാകരിച്ചു. എന്നാൽ യുക്രൈനുമായി ചർച്ചകളിൽ വീണ്ടും ഏർപ്പെടാനുള്ള സന്നദ്ധത റഷ്യ സൂചിപ്പിച്ചു. ഇന്തോനേഷ്യൻ തീരത്ത് യാത്രാ കപ്പലിൽ വൻ തീപിടുത്തം. അപകടത്തിൽ 3 പേർ മരിച്ചു, 150 പേരെ രക്ഷപ്പെടുത്തി. 280ഓളം പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. തലൌദ് ദ്വീപുകളിൽ നിന്ന് മനാഡോ സിറ്റിയിലേക്ക് പോവുകയായിരുന്ന KM ബാഴ്സലോണ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. റഷ്യയിലെ കാംചത്ക ഉപദ്വീപിൽ ശക്തമായ 5 തുടർ ഭൂചലനങ്ങൾ ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങളാണ് ഉണ്ടായതെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. അതേസമയം ഭൂകമ്പത്തെ തുടർന്ന് നൽകിയ സുനാമി മുന്നറിയിപ്പുകൾ പിൻവലിച്ചിട്ടുണ്ട്. ഒഡീഷയിലെ പുരി ജില്ലയിൽ ബലങ്കയിൽ അക്രമികൾ തീകൊളുത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഡൽഹിയിലെ എയിംസിൽ വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിച്ചു. പെൺകുട്ടിക്ക് 75% പൊള്ളലേറ്റിട്ടുണ്ട്. കുട്ടിയുടെ ചികിത്സയ്ക്കുള്ള എല്ലാ ചെലവുകളും ഒഡീഷ സർക്കാർ വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദ്വീപ് സന്ദർശനത്തിന് ബുധനാഴ്ച തുടക്കമാകും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കും. അടുത്ത മാസം 21 വരെയാണ് സമ്മേളനം. ഓപ്പറേഷൻ സിന്ദൂർ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തരുതെന്ന് വ്യോമയാന മന്ത്രി K. രാംമോഹൻ നായിഡു.
കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ചൊവ്വാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ഇത്തവണയും സംസ്ഥാന സർക്കാർ 6 ലക്ഷം മഞ്ഞക്കാർഡ് കുടുംബങ്ങൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.